ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഓൾറെഡി എല്ലാവർക്കും അറിയും നമ്മുടെ വാണ്ടുകളൊക്കെ സ്കൂൾ പോയിക്കാണ്. അത് കാരണം കൊണ്ട് വാണ്ടുകൾ വീഡിയോയിൽ ഉണ്ടാവില്ല. വാണ്ടുകളെ കിട്ടണമെങ്കിൽ എപ്പോഴെന്ന് അറിയോ? ശനിയും കൂടി കിട്ടാൻ വഴി ഉണ്ടാവില്ല. ഞായർ കിട്ടും, ശനിയാഴ്ചയും കൂടി കിട്ടൂല. ഞായർ എന്തായാലും വാണ്ടുകളെ കിട്ടും. സ്കൂൾ ഇപ്പോൾ നല്ല ബിസിയാണ്, രണ്ടുപേരും ബിസി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എണീക്കൂല, ഒന്നും ചെയ്യൂല. അത് പാട്ട് പോയിക്കാണ്. ഒരാൾ നല്ല ഇൻട്രസ്റ്റിൽ പോയിക്കാണ്. ഇന്നത്തെ ദിവസമൊക്കെ ചോദിച്ചിട്ടാണ് പോയിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച ആണോന്ന്. ബുധനാഴ്ച ആവാനുള്ള കാരണം എന്താന്ന് അറിയോ? അവനിക്ക് സ്കൂളിൽ സിലമ്പ എന്നോട് പേരെന്നാ, சிலம்பத்துக்கு மலையாளத்துல என்ன? മലയാളത്തില് അതെ, നമ്മള് വടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. അതിന് എന്തോ ഒരു പേരുണ്ട്, കളറിയ. അല്ല, ചിലമ്പെന്ന് തമിഴ്നാട്ടിലെ കളരിയിൽ സംബന്ധപ്പെട്ടതാണ്. ആ വടി വെച്ചിട്ട് ഇനിയിപ്പൊ അല്ലെങ്കിലേ അടിയും കുത്തും സഹിക്കാൻ വയ്യ. ഇതില് വേറെ സിലമ്പത്തേക്ക് വേറെ ചേരണത്ര. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റില് നാളെ ബുധനാഴ്ച വന്നിട്ട് നല്ല ഇൻട്രസ്റ്റിൽ ഇന്ന് രാവിലെ എണീറ്റ് റെഡി ചെയ്യുന്ന ബുധനാഴ്ച വന്നിട്ടാണ് ഇൻട്രസ്റ്റിൽ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസ, സ്കൂള്, ഹോംവർക്ക് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താ ഈ റൂമിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം ചോദിച്ചാൽ, ഇന്നത്തെ വീഡിയോയിൽ ഒരു വലിയൊരു വിഷയം, ഒരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, നമ്മൾ AC വാങ്ങിയിട്ട് റൂം ടൂറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ AC വാങ്ങിയിട്ട് എല്ലാവരും കവർ ചെയ്തു. പക്ഷെ ഞങ്ങളടുത്ത് അവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തു. നമ്മളോട് ഫിറ്റ് ചെയ്യുന്ന കാര്യം നമ്മളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ അതെന്താന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം ചോദിച്ചാൽ, നമ്മൾ AC വാങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഹോളും ഓൾറെഡി ഇരിക്കണവരെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചുമരിൽ ഓട്ടാക്കേണ്ട കാര്യവും അതും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഫിറ്റ് ചെയ്തു അല്ലേ? 10 മിനിറ്റ് കൊണ്ട് എല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. 2-3 ദിവസം ഞാൻ AC ഇട്ടു. നമ്മൾ AC-നെ കുറിച്ച് നമുക്ക് അറിയാത്ത അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇതെങ്ങനെ എത്ര മണിക്ക് നേരം ഇട്ടാൽ ഹൈ കൂളിങ്, ലോ കൂളിങ് എന്നൊക്കെ നമ്മൾ നമ്മുടെ കമന്റ് പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങാൻ പോണതിന് മുന്നേ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് 2-3.5 മണി നേരം ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ട് ഫാൻ ഇട്ട് കിടന്ന് ആ കൂളിങ് ആ റൂം ഫുള്ളും ഉണ്ടാവും. അങ്ങനെ വിശ്വസിച്ച് ഞാനും 3-4 ദിവസം ഞാൻ ഇട്ടു. എന്താടാ ഈ ഫാൻ AC-ക്ക് എത്ര ഹൈ കൂളിങ് ഇട്ടാലും റൂം ഞങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ടാവും. ശരി, നല്ല തണുക്കല്ലേ നിർത്തിയിട്ട് ഫാൻ ഇട്ട് കിടന്ന ഒന്നിറങ്ങി കഴിഞ്ഞാൽ പഴയ ചൂട് വരാൻ തുടങ്ങും. അപ്പൊ ഈ AC-ക്ക് ഏതാவது ഇനിയിപ്പോ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഏതാவது റിപ്പയറോ ഇല്ല വേറെ എന്തെങ്കിലും പുതിയ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ AC ഫിറ്റ് ചെയ്താലും എല്ലാവർക്കും നെഞ്ചിലൊരു പടപടപ്പ് ഉണ്ടാവും. AC ആണെങ്കിൽ കൂടെ ഗ്യാസിൽ ഓടുന്ന ഒരു സാധനമാണ്. നമ്മൾ പുതിയത് വാങ്ങിയതുമാണ്. ഇപ്പൊ ഈ ഗ്യാസിൽ ലീക്കോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പേടിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്താൽ തന്നെ ഓൾറെഡി വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അവന് 4 പേർ നോക്കുകയാണ്. എവിടെയും അവനക്കും ഏതും കാണാനില്ല. അതുമില്ലാണ്ട് റിമോട്ടില് സ്ലീപ്പിംഗ് മോഡ്, എയർ കംഫർട്ടബിൾ എന്തൊക്കെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയി. അവൻ സ്പീഡിൽ പറഞ്ഞിരുന്നതുകൊണ്ട് അതും എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ എന്തായാലും അവനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്തു. അവൻ ഫുള്ളാ ചെക്ക് ചെയ്ത് AC കറക്റ്റാതാണ് പോകുന്നത് சொல்லிட்டு മറുപടി മേലെ പോയിട്ട് ഫാനൊക്കെ ഓർഡറുണ്ടോ നോക്കി അതൊക്കെ ചെക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ ഫോണില് നമ്മുടെ AC-യുടെ സർവീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ, ഫുള്ള് നോക്കുമ്പോൾ ഫുള്ള് എനിക്ക് കാണിച്ചു തന്നു. ഫുള്ള് ഒരു കുഴപ്പമില്ല, എല്ലാം ഇതുണ്ട് കേട്ട്. എന്നിട്ട് അവ ഇപ്പിടി 4 പേർ നോക്കി എന്താണ് ഇത് പ്രശ്നം. കുറെ ഇവിടെ നോക്കി. ഇതാണെങ്കിൽ ഇതൊരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ പ്രോബ്ലം ഇതൊന്നും അല്ല. ഇതൊക്കെ കവർ ചെയ്തിട്ട് ഇതിനുകൂടെ വല്ലാണ്ട് പ്രോബ്ലം നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിനൊരു കർട്ടൻ കൂടി ഇട്ടാ വലിച്ചു വലിയൊരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ കൂടെ ഒരു അളവുണ്ടാവും പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നമ്മളടുത്ത് കറക്റ്റുള്ള നമുക്ക് ഇവിടെ ആണി അടിച്ചിട്ട് അടിക്കാം. മെയിൻ പ്രശ്നം അപ്പോഴാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 4 പുറം തരുന്നിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. വെറുതെ ഒന്ന് മേലൊക്കെ നോക്കിയപ്പോഴാണ് സംഭവം പിടികിട്ടിക്കുന്നത്. ഇതാ ഈ ഒരു സാധനം ഇതിന്റെ ഉള്ളിൽ നമ്മള് ആ വീട്ടിൽ ഉപയോഗിച്ച സാധനങ്ങൾ ഇപ്പൊ വരെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ഉള്ളിൽ കിട്ടപ്പോ അതിന്റെ ഉള്ളിലും സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ കൂളിംഗ് ആയിട്ട് വരുമ്പത്തിനും റൂമത്തെ കൂളിങ് നിക്കണില്ല. അപ്പൊ അടുത്ത ചൂടും എല്ലാതും എടുത്ത് വരുമ്പത്തിനും റൂമത്തെ കൂളിംഗ് ആവാനും അധികമാവണേ. ഈ ഒരു കാറ്റ് എയർ ഫുള്ളായി അതിന്റെ ഉള്ളിൽ പോയിട്ട് വരുന്നത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആ റൂമില് കൂളിംഗ് ഇല്ലാത്തത്. നിങ്ങൾ എന്തായാലും അത് അടക്കണം പറഞ്ഞു.
അപ്പിയും എന്ത് ചെയ്തിരിക്കുന്നറിയാം, അപ്പിയില്ല ഞങ്ങൾക്ക് അറിയില്ല. ഇവ എന്താടാ നന്നായി AC ഫിറ്റ് ചെയ്യണ അന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഇതേമാതിരി ഒരു പ്രോബ്ലം ഉണ്ട് പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ അത് സോൾവ് ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ ഒരാഴ്ച വേസ്റ്റ് കറണ്ട് അവര് ശ്രദ്ധിച്ച് അട്ടാണില്ല ശ്രദ്ധിക്കില്ല, അവര് ശ്രദ്ധിച്ചിട്ടില്ല. இது எவ்வளவு பெரிய ரூம், இதுல ശ്രദ്ധിக்க என்ன இருக்கு? அவரோட சொல்ல இல்ல அவன் ஃபிட் பண்ணி போவல ஃபிட் பண்ணிட்டு எப்பவுமே சுத்தி முத்தி பார்த்து ரூம் செக் பண்ணிட்டு தான் போறான். முந்தானேத்து வந்தப்ப அவன் சுத்தி பார்த்தான். அவனுக்கு என்னது அவன் கண்டுபிடிச்சிட்டான், என்னதுல எல்லாமே கரெக்டா இருக்குது, எப்படி கூலிங் இல்லாம இருக்கும், உங்களுக்கு ரிமோட்டுக்கு பிரச்சனை இல்ல, கேஸுக்கு பிரச்சனை இல்ல, അതെല്ലാം കട്ടി பார்த்த. മറുപടിയും ഡസ്റ്റ് ആവർത്തക്ക് വഴി കൂടെ ഞാൻ എന്ത് AC ഫിറ്റ് ചെയ്ത് അന്നേരം ഈ ജനൽ തുറക്കലന്നല്ല. ഈ റൂമിൽ അധികം രാവിലെ കുട്ടികൾ പോകുമ്പോ ഈ പൗഡർ ഇതൊക്കെ ഇട്ടിട്ട് കുളിച്ച് റെഡിയായി പോകണം മാത്രമേ ഉള്ളൂ. പിന്നെ അടിച്ചൊരുക്കാണ് ഈ റൂം പൂട്ടിയിട്ട് ഈ റൂമിൽ വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ രാത്രി വരുന്നുള്ളൂ. നമുക്ക് ഹാളിൽ ബാത്റൂം ഉള്ളതുകൊണ്ട് നമ്മൾ മുക്കാസി കുളിക്കും മുതലൊക്കെ ഹാളിലേക്ക് പോയി. റൂമൊക്കെ അധികം വരാത്തതല്ല, ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതുണ്ട്, ഞാൻ സോഫയിൽ കിടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ ഈ AC മെയിൻ പ്രോബ്ലം ആയിട്ട് നമുക്ക്. അത് എന്നിട്ട് ഇവൻ പോയി അന്ന് ആ AC ഫിറ്റ് ചെയ്ത് നമ്മൾ കണ്ടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ വല്ലാണ്ട് സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ ആ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഡ്രമ്മ് അത് ഞാൻ പറയാം. അതിന്റെ കാരണം ഞാൻ പറയാം, നമ്മൾ രണ്ടുപേരും അത് ഗവനിക്കലേ. சுனாம் படிக்கிறப்ப பெயிண்ட் பண்றப்போ அப்ப தட்டிங்களா ஸ்டிக்கர் ஒட்டி இருக்காங்க. நான் என்ன அப்ப എനിക്കറിയില്ല. ഇവനോട് അട്ടാനി അത് ക്ലോസ് பண்ணுங்க அப்படி சொல்லிட்டு போறான். அப்ப ஸ்டிக்கர் ஒட்டியது எனக்கு கவனம் போகல. என்ன பண்ண தெரியுமா, இப்படியே வந்து இப்படி அட்டாணி ஒட்டுவேன். சும்மா இப்படி லைட் இப்படி ஆஃப்ல இருந்துச்சு. லைட் போட்டு பார்த்து சும்மா மேல பார்த்தா ஸ்டிக். நான் தானே நினைக்கிட்ட சொன்னேன் ஏற்கனவே ஒட்ட வச்சிருக்கிறாங்க. அப்பளான முந்தா நேத்து தான் கண்டுபிடிச்சேன். ஏற்கனவே இருக்கிறவங்க ஒட்ட வச்சிருக்கிறாங்க அப்படி ഞാനാണ് കണ്ടുപിടിച്ചത്. ഇത്ര നാൾ இருக்கிறது എന്നെ കണ്ടിട്ട് അത് എന്നാ தெரியுமா, சுண்ணாம்பு சேர்த்து അടിച്ചിരിക്കാங்க. സ്റ്റിക്കറാ ഇരുന്നിരിക്കും. അപ്പൊ നമ്മൾ അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് അധികമാവും, AC ഇട്ടത് വേസ്റ്റ് ആവും. പിന്നെ അട്ടപ്പെട്ടി നിറയെ പേര് കറണ്ട് ബില്ല് വരും. അട്ടപ്പെട്ടി കറണ്ട് ബില്ല് വരുമോ? അട്ടപ്പെട്ടി വെറും പേപ്പർ അല്ലേ, അതെന്താ നമുക്ക് സംഭവം അറിയില്ല. ഇത് നമ്മൾ വാങ്ങിയ ഓരോരോ സാധനങ്ങളുടെ അട്ടപ്പെട്ടിയാണ്. ഇനിയിപ്പോ വാങ്ങിയ സാധനങ്ങളുടെ അട്ടപ്പെട്ടി പിന്നെ എന്തായാലും പറഞ്ഞതാ. അത് നമ്മളുടെ AC-യുടെ ഇതെന്താ സാധനം ചോദിച്ചാൽ നമ്മുടെ വീട്ടില് നമ്മുടെ TV-ക്ക് വേറൊരു സാധനം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ഇട്ടിട്ടില്ല. ഈ വീഡിയോ വാങ്ങിച്ചെങ്കിൽ നമ്മൾ അതെന്താ വാങ്ങിയത് നമ്മൾ എന്തായാലും വീഡിയോ ഇടും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാം. നമുക്ക് ആ ബാക്ക് കമന്റ് ഒന്നാമത് കേൾക്കാൻ വയ്യാത്തത് കാരണം കൊണ്ടാണ് ഓരോരോ വീഡിയോ നിങ്ങൾ പറയുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഓരോരോ വീഡിയോ ഇടുന്നത്. ഒരു അടുത്തത് എന്തായിരിക്കും പക്ഷെ നമ്മൾ ഇട്ടാലും പിന്നീട് നമുക്ക് നമ്മുടെ ബാക്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കാത്തൊക്കെയാണ് കമന്റുകൾ വരുന്നത്. അങ്ങനെ നമുക്ക് ആരെങ്കിലും ആ സ്പീക്കർ എന്താണ്, ആ TV എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബാഡ് കമന്റ് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കാം. അപ്പൊ അതല്ല വിഷയം. അത് നമ്മുടെ സോണിയുടെ സ്പീക്കറിന്റെ സാധനങ്ങളാണ്. ഇത് വേറൊരു സാധനം ഉണ്ട് ഈ വീട്ടില്. അത് ഞാൻ തനിയെ വീഡിയോ എടുത്തിട്ടില്ല. ഏതെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അതിൽ കൂടെ പറയാം. ഇപ്പൊ എന്തായാലും അങ്ങനെ ടോപ്പിക് വന്നപ്പോ ഞാൻ അതും പറയുന്നത് തന്നെ. ഇത് നമ്മളുടെ UPS-ന്റെ അട്ട ബോക്സ് ആണ്. നമ്മൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അതിന്റെ ഉള്ളിലിട്ടാലും ഇത് ഇത്രമാനം വലിയ അട്ടപ്പെട്ടി നോക്കിയേക്ക്, അതൊന്നും ഉള്ളില് പോകൂല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വേറെ ഒന്നും കൊണ്ടുവരാനില്ല. അട്ടപ്പെട്ടി ജസ്റ്റ് ഒരു പേപ്പർ അല്ലേ കൊണ്ട് ഞങ്ങൾ ഇതിന്റെ മേലെ വെച്ചാണ്. ഇപ്പൊ അട്ടപ്പെട്ടിക്ക് കറണ്ട് ബില്ല് വരുമോന്ന് എനിക്കറിയില്ല, നമുക്ക് AC-നെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാ അങ്ങനെയാണെങ്കിൽ നമ്മോട് പറയണ്ടല്ലേ. ഇതൊന്നും അല്ല, ഇതിന്റെ ഉള്ളിൽ പിരിമ്പാവോ ഒന്നുമേ അല്ല, വെറും മരത്തിന്റെ ഉള്ളൂ. നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ മരത്തിന്റെ ആണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ട്. അപ്പൊ ഈ തെർമോക്കോൾ ഇവിടെ എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാ ഈ സാധനം ഗ്യാപ്പ് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് നമുക്കത് അടക്കണം. അപ്പൊ നമ്മൾ ഈ തെർമോക്കോൾ വെച്ചിട്ട് ഗ്യാപ്പ് അടക്കാൻ പോവാണ്. അടച്ചിട്ടാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. ഇതുകൊണ്ട് വെച്ചിട്ട് പ്രശ്നം വരില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ അട്ടപ്പെട്ടിനെ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആര് കയറുന്നതിന്റെ മേലെ? ഇത് സ്റ്റെപ്പ് മാതിരിയല്ലേ, നമ്മളിങ്ങോട്ടൊന്നും പറ്റൂല. സ്ലിപ്പാണ്, മണ്ട അടിച്ചു ഇപ്പടി ഇരിക്കോ.
ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ അപ്പത്തിന് ഇതിൻ്റെ ഒരു മൂല ഒരു സൈഡ് തട്ടിയിട്ട് ഇത് പൊട്ടി. ഇതാ ഒരു പീസ് പറുപ്പ് മേടിച്ച്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഏണി വേണ്ടതാണ് അല്ലേ. ബൾബൊക്കെ അതിലിരുന്നോട്ടെ. ഇപ്പം ബൾബിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. ഇല്ല അട്ടത്തി എലിക്കുട്ടിയാരെ കാത്തിട്ട്. എന്തായാലും നമുക്ക് നമ്മളുടെ UPSൻ്റെ അട്ടത്തിൽ പോകാൻ നോക്കിയേക്കാല്ലേ. പോവുമാ? ഇതിപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് പോണതൊക്കെ അതിൻ്റെ ഉള്ളിൽ തള്ളി. ആ ഫിറ്റായി അടച്ചിച്ച്. ഇനി ചിന്നതൊന്നുമില്ലല്ലോ. ഇനി ഇതൊന്നും പോകൂല. സ്പീക്കറിൻ്റെ അട്ട പോവില്ലല്ലോ. ഗിറ്റാർ എങ്ക അതെങ്ങനെ ഉള്ളാറെ പോയി? അത് വെളിയിൽ വയ്യേ? അത് അതുക്കുള്ളാര എടുത്ത് വെച്ചിട്ട്. அது சரி. நானும் கிட்டார் இதில் மேலே வச்சுருக்கோம். இது மேலே தானே இருந்துச்சு மியாசிൻ്റെ கிட்டாரு இந்த ஸ்லாப்பு மேலே. அது மட்டும் எடுத்து கொடுத்துரு. அது நான் எடுத்து வச்சுக்கிறேன். அந்த கட்டுக்கடியில் கூட வச்சிட்றேன். துரும்பு பிடிக்க யூஸ் பண்ணலைங்க. இனி கம்பியெல்லாம் பொட்டும். பேசாமல் வந்து அங்கேயே உட்காந்துக்கிறியா? சோறும் குழம்பெல்லாம் அங்கேயே தரேன். இல்லை ஒரு ദിവസം மியாசினை ப்ராங்க் பண்ணலாம். அங்கேயே உட்காந்துக்கோ. மியாஸ் அப்படி எப்போ அளவில் அப்படியே நீட்டமா இந்த வரைக்கும் ஒட்டிட்டு கட் பண்ண. எப்படி ஒட்டுவ? அப்படியே சொட்டு கட் பண்ணணுமா? கட் பண்ண தேவையில்லை. கட் பண்ணா அது பிரிஞ்சு பிரிஞ்சு வரும். அதை பாதி மாமூளை வச்சு உடைக்கும் இதாக்குமே. கட் பண்ணி பாரு. എന്താ ആളിപ്പോഴും റാക്കിൻ്റെ മേലെ തന്നെ നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചു. ഇനി ഒരു സൈഡ് പാകമാവണമെങ്കിൽ എന്നാ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോകുന്നത്? കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോയിടിച്ച് എത്താപ്പോഴും മഞ്ഞേ. എന്താ മടിയിലെ മറുപടി പെരുസയച്ചാ? അതാ നടുല ഇത് വന്ന കാരണം കൊണ്ടാണ്. കണ്ടുപിടിച്ചിട്ടിയാ? നമ്മൾ പ്ലാൻ സക്സസ് ആയതാണ്. ഇല്ല ഇനി അതൊക്കെ എങ്ക இருக்குது கேப் போகிறதுக்கு. இதுക്കൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് കാരണം കൊണ്ട് ഇല്ലെങ്കിൽ അവൻ சொல்லണം എന്ത് ഗ്യാപ്പ് അടക്കണം. എന്ത് ഗ്യാപ്പിൽ ഒന്നുമേ പൊരുളില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് ഇത് നമ്മളൊന്നും വെക്കാതിരുന്നത്. ഇതാ അവനക്ക് പ്രശ്നമായി തോന്നിയത്. ഇത് നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ AC ഇട്ട് നോക്കണം. ഇട്ടിട്ട് അട്ടപ്പട്ടിക്കും പ്രോബ്ലം വരികയാണെങ്കിൽ അത് ഇവിടുന്ന് മാറ്റിയതാവണോ? ഇറങ്ങാൻ മുടിയില്ല. അവിടെ ഇരുന്നോ. വേലക്കൊന്നും പോണ്ട. ഞാൻ വാങ്ങി ചോറും കറിയൊക്കെ മേലെ തരാം. നമുക്ക് മിയാസിനെ ഭയപ്പെടുത്തിയുള്ള നമ്മള് നമ്മുടെ ആ ഗ്യാപ്പിന് നമ്മൾ എന്ത് ചെയ്തു? അടച്ചിക്കണു. അവിടെ 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 അല്ലറ ചില്ലറ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിലോ അതാ പ്ലാൻ ചെയ്താൽ ഇതിലൊരു ഗ്യാപ്പ് എങ്കിയുമേ ഇല്ല. இதெல்லாம் இப்படி காத்து வந்து இந்த எத்தாப்புல இருந்து இப்படி அடிச்சு உள்ள போயிருது. இந்த பக்கம் கரெக்டா இருந்துரும். அப்படிதான் வரும். எப்பவுமே எத்தாப்புல தான் வரும். அது காத்து உள்ள அடிச்சு போகாம அடிச்சா அப்புறம் ரிட்டர்ன் வெளியே வரும். தர்மகோல் காத்து இழுக்காது, உள்ள கூலிங் இழுக்காது. அத்த தர்மகோல் எதுவுமே உள்ள போகாது. ஆமா. அப்ப നമ്മൾ എന്താ നമ്മുടെ AC നമുക്ക് ടോക്കല്ലേ? ഈ ഹൈ വോൾട്ടേജ് അത് പോട് പോട് പോട്. റിമോട്ട് എവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയോ? റിമോട്ട് റിമോട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മേലുണ്ടോ. എന്നാലും ഞാൻ എനിക്ക് AC ഇട്ടു. സനാക്ക് അറിയില്ല, മിഹാസ്ക്ക് അറിയും. നമ്മുടെ AC-ക്ക് സ്റ്റെബിലൈസർ ഒക്കെ ഉണ്ട്. 2 പുള്ളി വന്നിച്ചാ ഹൈ കൂളികൾ പോലാമ ഇല്ല 24 വിരാട് മോഡൽ അത് ഇട്ടാലൊന്നും 10 പൈസ ആവണോ? ഹൈ കൂളിങ്ങിന് വേഗമാവും. എന്താണെന്നറിയ ഏസിയുടെ കാറ്റ് നമുക്ക് ഇങ്ങോട്ട് വരില്ല. എങ്ങോട്ടാണ് വരുന്നത്? നമുക്ക് ഇവിടെ തല വെച്ച് കിടക്കാൻ പറ്റില്ല.
എനിക്ക് പടുത്തൂട്ട കാലയില് രാവിലെ നമ്മളൊക്കെ എ സിയുടെ പരിപാടിയില്ല, രാത്രി നമ്മൾ എ സി ഇടുള്ളൂ. എങ്കിലും മേലെ ചിന്ന ചിന്ന പീസ് இருக்கா? மேலே கொஞ்சம் இருந்திருக்கும்னு நினைக்கிறேன். அது அடக்க மேலே தட்டி விட்டுலாம் அப்படி. இந்த இடத்துல ஃபுல்லா வருது செட்டாയി. എവിടുന്നോ മറ്റേ മേലിருந்து ഭരണവാട്ടിക്ക് മാറി എങ്ങിരുന്നോ പറന്ന് പറന്ന് വരുന്നുണ്ട്. அப்பயும் நான் சொன்னேன் அங்க பாரு எங்க இருந்து வருதுன்னு. அந்த இடத்துல கேப்ல இருந்தது. அப்பயே தட்டி விட மாட்டேன் நான், எப்படி நீ மரங்க தட்டி விட்டானே வந்துரும். மரங்க அந்த மாதிரி எங்க நான் கேறுவோம்ல. சேர் പോട്ട് എടുത്ത് കൂട്ടിക്കോ. അപ്പോൾ ഗയ്സ് അങ്ങനെ നമ്മുടെ എസിയുടെ പരിഹാരവും നമ്മൾ തന്നെ തീർത്തു. നമ്മൾ പുറത്ത് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ തന്നെ അടക്കുകയാണ്. നമുക്ക് ക്ലൂ മാത്രം ചെയ്ത് ഇത് കാരണം കൊണ്ടാണ് ഉള്ളിക്കുള്ളവർ വരാൻ ആരംഭിച്ചത്. അപ്പൊ ഇനി ഇതാണ് പ്രശ്നം. ഇതിന് നമുക്ക് ഇനി കറക്റ്റിട്ട് അടക്കാം. ഇത് നമുക്ക് ഇതേമാതിരി അടക്കാനൊന്നും പറ്റില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട്. ഡെയിലി പിന്നെ വേണ്ടാത്ത നമ്മൾ അനടിച്ചു. അപ്പോൾ നമ്മൾ എ സി ഇട്ടിട്ട് നമ്മുടെ റൂമിൽ എപ്പോഴും ഒരേമാതിരി ആവാണ്ടായിട്ട് നമ്മൾ എ സിയുടെ പരിഹാരം കണ്ടു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എ സിക്ക് കൂളിങ് ഇല്ലാത്ത പ്രശ്നം. ഇതേമാതിരി ആരുടെ റൂമിൽ അട്ടാണെ കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒന്നാമത് കറണ്ട് ബില്ലിന്റെ ഒരു പ്രോബ്ലം വരും, രണ്ടാമത് കൂളിങ് ഇതിന്റെ ഉള്ളിൽ നിൽക്കില്ല. ഇപ്പൊ ഹൈ കൂളിങ് அப்படியே ഐസിൽ ഇരിക്കുന്ന മാതിരി ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഓരോ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വീഡിയോകൾക്കും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ 1000 നന്ദിയുണ്ട്. അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.